ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. നൂറ്റാണ്ടുകളായി തലസ്ഥാന നഗരത്തിന്റെ ദാഹമകറ്റിയിരുന്ന ഒരു നദിക്ക് ഇന്ന് മരണമണി മുഴങ്ങുകയാണ്. കരമനയാറിനെ മലീമസമാക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ജലസ്രോതസ്സുകളിലേക്കുള്ള ഓടകളാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളും വ്യാപകമായി കരമനയാറിൽ തള്ളുന്നുണ്ട്. എസ് വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അപകടകരമാം വിധം കോളിഫോം ഇക്കോളി ബാക്ടീരിയകൾ നിറഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിലൂടെ ഒഴുകുന്ന കരമനയാറിൽ. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ 2022 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദികളുടെ പട്ടികയിൽ 2ാം സ്ഥാനമാണ് കരമനയാർ. കഴിഞ്ഞ 3 വർഷത്തിനിടെ കരമനയാറിൽ ഫലപ്രദമായ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. ശുചിമുറി മാലിന്യവും അറവ് മാലിന്യങ്ങളും വ്യാപകമായി നദിയിൽ തള്ളുകയാണ്. കരമനയാറിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നിരക്ക് ലിറ്ററിൽ 7.3 മില്ലിഗ്രാം വരെയാണെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. കരമനയാറിലെ ജലത്തിൽ pH നില വളരെ കുറവാണ്. അമ്ലാംശത്തിൻ്റെ തോത് വളരെ കൂടുതലാണെന്നും ഫിഷറീസ് വകുപ്പ് 2021 തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. തിരുവനന്തപുരം നഗരത്തിന് ഒരു ദിവസം 92 മില്യൺ ലിറ്റർ MLD എന്ന് പറയും. 92 MLD 92 MLD എന്ന് പറഞ്ഞാൽ 9.2 കോടി ലിറ്റർ വെള്ളം ഓരോ ദിവസവും ഈ പറയുന്ന അരുവിക്കര ഡാമിൽ നിന്നും പേപ്പാർ ഡാമിൽ നിന്നും തിരുവനന്തപുരം നഗരത്തിന് ഇതാണ് കൊടുക്കുന്നത്. ബാക്കി പറയുന്ന 29 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൂടെ എടുത്താൽ ഏതാണ്ട് മറ്റൊരു 60 മില്യൺ എന്ന് വെച്ചാൽ 6 കോടി ലിറ്റർ എന്ന് വെച്ചാൽ ഒരു ദിവസം 15 കോടി ലിറ്റർ വെള്ളം ഏതാണ്ട് ഒരു 30 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്ന കരമനയാറിൻ്റെ സ്ഥിതി പരിശോധിച്ചാൽ ആരും ഞെട്ടി. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ പരിശോധനയിൽ അപകടകരമാം വിധമുള്ള മാലിന്യത്തിൽ സംസ്ഥാനത്തെ 21 നദികളിൽ 1ാം സ്ഥാനം കരമനയാറിനായിരുന്നു. സീവേജിൻ്റെ വലിയ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. വെള്ളത്തിൻ്റെ അളവിൽ വന്നിട്ടുള്ളൊരു കുറവുണ്ട്. പിന്നീട് നഗരമാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാതെ ഡംപ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കേരളത്തിലെ ഏറ്റവും അപകടം പിടിച്ച നദികളിലൊന്നായി കരമനയാറ് മാറുമ്പോൾ ഈ വെള്ളമാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ തലവര എഴുതുന്ന നദി എന്നോർക്കണം. സഹ്യനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കരമനയാർ 68 കിലോമീറ്റർ ഒഴുകുന്നുണ്ട്. തലസ്ഥാന നഗരത്തിൻ്റെ ശുദ്ധജല സ്രോതസ് ഇങ്ങനെ പോയാൽ ഇനി എത്ര കാലം ഉണ്ടാകുമെന്നത് പ്രവചനാതീതം. നഗരങ്ങളാണ് നമ്മളുടെ ജലസ്രോതസ്സുകളുടെ മരണങ്ങൾക്ക് പ്രധാന കാരണം. ഒരു പുഴയ്ക്ക് പ്രതികരിക്കാൻ കഴിയാത്തിടത്തോളം കാലം നമ്മൾ അതിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയും, മലിനജലം ഒഴുക്കിവിടുകയും ചെയ്യും. നമ്മുടെ മാനസികാവസ്ഥ മാറാതെ ഇതൊന്നും സംരക്ഷിക്കപ്പെടാൻ കഴിയില്ല എന്നുള്ളത് ഓർക്കേണ്ട കാര്യമാണ്. ക്യാമറാമാൻ ജിനുവിനൊപ്പം എസ് വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.